എന്നാലും അന്ന് ഈ ചീട്ടുകളി ആനമയിലോട്ടം എന്നൊക്കെ അന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പൂരത്തിനൊക്കെ പോയാൽ നമ്മളൊക്കെ നേർമണിക്കാലത്ത് തിരിച്ചു പോരുള്ളൂ. എല്ലാവരും പോവും അക്കാലത്ത്, മനസ്സിലായോ? അന്നത്തേക്കാരന് ഈ ആനമയിലോട്ടകം, അതുപോലെ ചീട്ടുകളി, അന്ന് ഈ മണ്ണാടിയാരപ്പം ഇതൊക്കെ പറങ്കിമോയൻ തോട്ടങ്ങളാണ്. അതിലൊക്കെ രാത്രി നിറയെ ചീട്ടുകളി ഇതൊക്കെ കയറും. അതിൽ ഏറ്റവും വലിയ ഒരു രസകരമായൊരു ഓർമ്മ പറയാനുള്ളത് പൂരം പറഞ്ഞ നോക്കാം. നമ്മൾ ഒരു പഴയ അധികാരി ഉണ്ടായിരുന്നു, ശങ്കര പൊതുവള്, കേട്ടിട്ടുണ്ടോ അറിയില്ല. ഇപ്പോൾ അവിടെ പൂളം മുറിവിറ്റും സ്ഥലം വാങ്ങിയ ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കട്ടക്കമ്പൻ്റെ ഒക്കെ പൂളം ഉണ്ട് ആർക്കത്തില്ല, അതാ ഒരു വീടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഒരു പഴയ അധികാരിയായിരുന്നു, ശങ്കര പൊതുവളാണ്. അപ്പോൾ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇവിടെ ഈ പൂര കമ്മിറ്റിയാണ് മൂപ്പര്. അപ്പോൾ ഈ പൂരം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് കാലത്താവുമല്ലോ പൂരം. അപ്പോൾ മൂപ്പരിങ്ങനെ ഈ പൂര കമ്മിറ്റി പിന്നെ കച്ചവടക്കാരനൊക്കെ പിരിക്കാൻ വേണ്ടി പൂര കമ്മിറ്റി ഇങ്ങനെ ചെല്ലും രാത്രി. അപ്പോൾ ഈ ചീട്ടിലിങ്ങനെ കണ്ടമാനം നടക്കുകയാണ് വലിയ ആൾക്കാരെ കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ ഇപ്പുറത്താണ്. അപ്പോൾ ഇയാൾ ഈ മഫ്ലർ കെട്ടിയിട്ടുണ്ട്, അതൊരു ഇതാണല്ലോ. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞത് പോലീസുകാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇയാൾ ഈ തലിക്കെട്ടുണ്ട്, മഫ്ലറിട്ട് അതിലാൾക്കാർ ഓടി പറഞ്ഞു പോയതിൻ്റെ കൊമ്പത്തൊക്കെ അടിച്ച് പല ആൾക്കാർക്ക് മുറിയായി. സംഗതി പോലീസല്ല, പോലീസെന്നുള്ള ധാരണയിൽ ആൾക്കാർക്ക് പൊതുവെ വലിയ ആൾക്കൂട്ടത്തിൻ്റെ അടിയിൽ ഇത് കേട്ട ചെതറി ഓടുമല്ലോ. അങ്ങനെ അവസാനം നോക്കുമ്പോൾ ഈ പൊതുവാൾ പിരിവിന് കൂടെ ആ ടീമായി ചേർന്നതാണ്. കാളുകൂട്ടി ഈ പിന്നെ നമ്മൾ സേതുരാജിൻ്റെയൊക്കെ വീടിൻ്റെ അപ്പുറത്ത് കൊടക്കാട് ഹംസാക്കാൻ്റെ സ്ഥലമായിരുന്നു അത്. കുഞ്ഞോളം എന്നാണ് പറയും, കുഞ്ഞോളം കേട്ടിട്ടുണ്ട്. കുഞ്ഞോളത്തിനാണ് കാളുകൂട്ടുള്ളത്. നമ്മോടുള്ള കാളുകൂട്ടം ഒന്നതാണ്. പിന്നെ ഒന്ന് പാലക്കാട് വെച്ച് നമ്മൾ TP കാദർമാഷ അപ്പുറത്ത് ആ പാലത്തിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു കാളുകൂട്ടുണ്ടായി. പിന്നെ അതുപോലെ നമ്മളെ വട്ടംപുറത്ത് ശ്രാമ്പിക്കൽ കുന്ന് അവിടെ ഒരു കാളുകൂട്ടുണ്ടായി. അന്നൊക്കെ ആൾക്കാരുടെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാളകൂട്ടിന് പോവുക. അപ്പോൾ ഞാനടക്കം കാളകൂട്ടിന് പോയിരുന്നു, കാരണം അത് കാള എന്താണ് വൈകുന്നേരം വരെ ആൾക്കാർ, കാരണം അവിടെ ഇതേമാതിരി പൂരത്തിനമാതിരി കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ അതിലൊക്കെ വളരെ അപൂർവമാണ്. ഇന്ന് കാളകൂട്ട് കാണണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണം. മറ്റേ നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അന്ന് ഈ പഴയ നമ്മളെ ശുദ്ധന്മാരായ നമ്മളെ നാടൻ കർഷകരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സംബന്ധിച്ച് ഈ കാളകൂട്ട് പറഞ്ഞാൽ അവർക്ക് വലിയൊരു സംഭവമാണ്. അവർക്ക് മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നുമില്ല. ഈ കൃഷിപ്പണി ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കാളകൂട്ട്, അത് പല ഭാഗത്തു നിന്ന് കാളകൂട്ട് വരും. അതാ പറഞ്ഞത്, പാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ എൻജോയ്മെൻറ്റാണ്. ഇപ്പം നമ്മൾ പരേവരെ കാപ്പുകൾ സേതുർവേജ് തന്നെ ഭയങ്കര കാളകൂട്ട് കമ്പക്കാരനായിരുന്നു. അപ്പം ഞാൻ വാങ്ങുന്ന കാലത്ത് തന്നെ എൻ്റെ സ്ഥലപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ അന്ന് അവിടെ ഒരു 10-40 ഫാമിലി ഉണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികൾ ഈ പൊൻപാറ സ്കൂൾ തുടങ്ങിയതിന് ശേഷം ഈ കന്യാസ്ത്രീകളും അവരെ ക്രിസ്ത്യൻ ചർച്ചൊക്കെ വന്നോട് കൂടിയിട്ട് വലിയൊരു മാറ്റം പൊൻപാർക്കുണ്ടായി. ഒരു സമയത്ത് കോട്ടപ്പള്ളിയിലുള്ളതിനേക്കാൾ ഈ ഭൂമിക്ക് വില ഉണ്ടായിരുന്നു പൊൻപാറ സെൻറ്റർ, അങ്ങനെ കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറിപ്പോയി. കാരണം അന്നാണ് വലിയ ചെറിയൊരു മൈനർ ബസാർ എന്നൊക്കെ പറയുന്ന മാതിരി അത്ര ഇതായിരുന്നു. പക്ഷേ കാരണം ഈ മലയിലുള്ള ആളുകളൊക്കെ അന്ന് കുരുമുളക്, റബ്ബർ അങ്ങനെയുള്ള നല്ല നാണ്യവിളകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുരുമുളകൊന്നും ഇപ്പം നാട്ടിലെ മലയിൽ തന്നെ ഉണ്ടാകുന്നില്ല. അന്ന് ഇഷ്ടം പോലെ കുരുമുളക്, അത് പ്രത്യേകിച്ച് ഈ കുടിയേറ്റക്കാർ ക്രിസ്ത്യൻ വിഭാഗം വന്നോട് കൂടിയിട്ടാണ് പൊൻപാറിൽ നമ്മളെ നാടും ആ കാര്യത്തിൽ സാമ്പത്തികമായിട്ട് ഇടിയത്. കാരണം റബ്ബർ കൃഷി എന്നുള്ള ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ 10 സെൻറ്റുള്ളവരും റബ്ബറുണ്ട്. ആദ്യം ഇവിടെ റബ്ബർ പറഞ്ഞാൽ ഈ കോട്ടമല എസ്റ്റേറ്റ് NSN എസ്റ്റേറ്റ് ഉള്ളൂ. അത് കണ്ട് അന്നത്തെ ഇവിടുത്തെ പുരാതന ഫാമിലി പാറക്കൂട്ടുകാരും ഇവരൊക്കെ അവർ തുടങ്ങിയെന്നല്ല. പിന്നെ വ്യാപകമായി ഉണ്ടായത് ഈ മലയിൽ സെറ്റിലേഴ്സ് വന്നിട്ടാണ്. അത് കൈപിടിച്ച് നമ്മൾ 10 സെൻറ്റുള്ളവരും 50 ഏക്കറുള്ളവരും 50 സെൻറ്റുള്ളവരും ഒക്കെ റബ്ബർ കൃഷിക്ക് മാറി. അതാണ് നമ്മുടെ നാട്ടിൽ റബ്ബർ വ്യാപകമാണൊരു കാരണം. ഈ NSS എസ്റ്റേറ്റും കോട്ടമല എസ്റ്റേറ്റും അവർ ശരിക്കും ഗവൺമെൻറ് അംഗീകൃത ഈ തൊഴിൽ നിയമങ്ങളും പിന്നെ അതുപോലെ ആനുകൂല്യങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിരുന്നു. മാത്രമല്ല അന്ന് NSSൽ പണിക്കാരെന്ന് പറഞ്ഞാൽ അന്നത്തെ സർക്കാർ ജീവനക്കാരൻ്റെ അതേ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവിടുത്തെ രാഷ്ട്രീയങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലത്ത് ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ആദ്യകാലത്ത് വളരാനുള്ള കാരണം ഈ എസ്റ്റേറ്റുകളാണ്, തൊഴിലാളി യൂണിയനുകളാണ്. അതുപോലെ കോൺഗ്രസിന് അനുഭാവ സംഘടന IMDCക്കാർ അങ്ങനെ ഉണ്ടാവും. മറ്റേ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണല്ലോ. അന്ന് 2 ചേരിയാണ് നടത്തുന്നത്. നമ്മൾ നടത്താൻ തന്നെ അത് പറയുമ്പോൾ പറയണം, ആ കാലഘട്ടത്തിൽ 2 ചേരി അവിടെ ഉള്ളത്. ഒന്ന് മുതലാളിമാരൊക്കെ കോൺഗ്രസ്, അതങ്ങനത്തെ ഒരു ഇതാണ്. ഈ സാധാരണക്കാരനൊക്കെ
കമ്മ്യൂണിസ്റ്റും. ഇങ്ങനെയാണല്ലോ, അത് അവിഭക്ത കമ്മ്യൂണിസ്റ്റാണ് അന്ന്. ഇപ്പോഴത്തെ മാതിരി CPIയും CPM ഒന്നുമില്ല. അന്ന് 64 ശേഷം ഒക്കെ ഒറ്റ കമ്മ്യൂണിസ്റ്റാണ്. പിന്നീടാണല്ലോ ഈ CPIയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ NSSലെ തൊഴിലാളികൾ കണ്ടമാനം ആളുകൾ, അത് പിന്നെ ഇപ്പം അടുത്ത കാലത്ത് വരെ ഉള്ള ആളുകളുണ്ട്. പക്ഷേ എണ്ണം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് കണ്ടമാനം ആളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കോട്ടമലയിൽ നിന്ന് കണ്ടമാനം ആൾ, അതൊക്കെ പിന്നെ അവർ ഭൂമിയൊക്കെ വിറ്റ് തുണ്ടുണ്ടായിട്ട് വിറ്റപ്പോൾ എത്രയോ ആളുടെ കൈവശമാണ് കോട്ടമല. പക്ഷെ NSS വിറ്റിട്ടില്ല. പക്ഷെ എങ്കിലും ആദ്യത്തെ അത്ര തൊഴിലാളികളൊന്നുമില്ല. തൊഴിലാളികൾക്ക് പരമാവധി കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയം തന്നെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാത്രമാണ്. ആ ഒരു ഇടയിൽ 1970 ഇവിടെ ഞാൻ ഇപ്പം ഒന്നും പിന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിവിടെ ഉണ്ടാക്കുന്ന ഞങ്ങൾ കോട്ടപ്പള്ളി 1970-ലാണ്. അതൊരു മെയ് മാസത്തിലാണ്. അതിവിടെ ഈ കോട്ടപ്പള്ളി സെൻറ്ററിൽ വെച്ചിട്ട് ഞങ്ങൾ 7 ആളുകൾ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അന്ന് അക്കാലത്ത് പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് നല്ല ഒരു പ്രഗത്ഭനായ ഒരാളായിരുന്നു. അത് PA അഹമ്മദ് ഇബ്രാഹിം സാഹിബ് എന്ന് പറയും, പാലക്കാടിനാണ്. മൂപ്പര് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ അക്കാലത്ത് വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചുകൂടെ, പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജില്ലാ ലീഡേഴ്സിനെ വിളിക്കുമല്ലോ. അപ്പോൾ മണ്ണാർക്കാടിലെ താലൂക്ക് സെക്രട്ടറി മജീദ് സാഹിബ് ഇപ്പം അടുത്താ മരിച്ചു, മജീദാക്കെന്ന് പറയും, ഇപ്പം അടുത്ത് മരിച്ചുള്ളൂ, കുന്തിപ്പഴക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇയാളെയും കൂട്ടി വന്നു. മൂപ്പർ അക്കാലത്ത് ഈ അംബാസഡർ കാറിൽ ലീഗിൻ്റെ കൊടിയൊക്കെ കുത്തിയിട്ടാണ് വരുന്നത്. ഇവിടെ പുതിയൊരു ശാഖ ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം ഇവിടെ കണ്ടമാനം ആളുണ്ടാവുന്ന. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ 6 ആൾക്കാരാണ്. അത് അക്കാലത്ത് നമ്മളെ KV കുഞ്ഞമ്മുസാഹിബിന് ഇവിടെ ഒരു ഹോട്ടൽ കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പം അടുത്താണ് ഇപ്പോൾ പിന്നെ നീതി സ്റ്റോറായി. അദ്ദേഹം ഒരു 10-30 കൊല്ലത്തിലധികം താമസിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പർക്ക് ചെറിയ കച്ചവടം അവർ അതിൻ്റെ ബാക്കിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ വന്ന സമയത്ത് നോക്കുമ്പോൾ ആകെ 6 ആളുണ്ടാക്കുമ്പോൾ അതിലുണ്ടായിരുന്ന 1 ആൾക്ക് പിന്നെ ഒന്ന് വിനീത, ഞാൻ, പിന്നെ അതുപോലെ KV കുഞ്ഞമ്മുസാഹിബ്, പിന്നെ അതുപോലെ KT അംസപ്പ, പിന്നെ നമ്മൾ മരിച്ച പാറക്കോട്ട മൊയ്തു എന്നാണ്, അമ്പലപ്പറന്ന് മരിച്ച്, മൊയ്തുപ്പടുത്ത് മരിച്ച്. അങ്ങനെ പിന്നെ ഒന്ന് അബുണ്യാജി ഉണ്ട്. മൂപ്പർ അങ്ങനെ വന്നു വിട്ടതാണ്. മൂപ്പർ അങ്ങനെ രാഷ്ട്രീയക്കാരനൊന്നുമില്ല. അങ്ങനെ പിന്നെ ഒരാളും കൂടി അങ്ങനെ ചുരുക്കത്തിൽ 6 ആളേ ഉള്ളൂ. അപ്പോൾ ഈ ഇത്രയും ആളെ കണ്ടപ്പോൾ ഇയാൾക്ക് ആകെ ഫീൽ ചെയ്തു. അത് പാലക്കാട് നിന്ന് കാറും വിട്ട് ഇവിടെ വന്ന്. അപ്പോൾ ഈ താലൂക്ക് സെക്രട്ടറി മജീദക്കാരൻ ഞങ്ങൾ മൂപ്പരോട് പറഞ്ഞു, മജീദേ ഇവർക്ക് കമ്മിറ്റി ഉണ്ടാക്കി കൊടുക്കുക, അതിനിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അദ്ദേഹം കമ്മിറ്റി ഉണ്ടാക്കാൻ നിൽക്കാതെ നേരെ അദ്ദേഹം തിരിച്ചുപോയി. ഈ മണ്ണാർക്കാടിലെ മജീദ് സാഹിബാണ് പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ കുഞ്ഞമ്മക്കാരൻ്റെ ഹോട്ടലിൽ തന്നെ കൂടി, അല്ലാപ്പം ഓഫീസും കാര്യമൊന്നുമില്ല, ആളുമില്ലല്ലോ. അങ്ങനെ പ്രഥമ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് എന്നാണ്. അങ്ങനെ എൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ഞാനാണ്. നമ്മൾ KT അംസപ്പ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അങ്ങനെ ആകെയുള്ള ഭാരവാഹികളുള്ള ആളെന്നുള്ളത്, ഈ ഭാരവാഹികളാവാനുള്ള ആളെന്നുള്ളൂ മൊത്തത്തിലുണ്ട്. പിന്നെ അബുണ്യാജിനെ അപ്പം പ്രസിഡൻ്റാക്കി. പക്ഷേ മൂപ്പരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്ന ഒരു മാസത്തിലത് നീങ്ങിട്ടുള്ളത്. അപ്പം തന്നെ കുഞ്ഞുമാക്കനം പ്രസിഡൻ്റായി, പിന്നെ KV കുഞ്ഞമ്മുസാഹിബ് പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയായി. പിന്നെ പഞ്ചായത്ത് തലത്തിൽ തന്നെ മൂപ്പർ പ്രസിഡൻ്റായി, ഞാൻ ജനറൽ സെക്രട്ടറിയായി. അങ്ങനെ ഒരുപാട് കാലഘട്ടം നമ്മളെ നമ്മളെ KV കുഞ്ഞമ്മുസാഹിബ് പങ്കുമാഷയ്ക്കെതിരെ മത്സരിച്ചു. അതാണ് ഇന്നത്തെ വാർഡൊന്നും പറയാൻ പറ്റില്ല. അന്നത്തെ വാർഡ് ഒരുപാട് ഉള്ള വാർഡാണ്. അതുപോലെ പാറക്കോട്ട് മമ്മാളാപ്പ 4-ാം വാർഡ് രാമനായർക്കെതിരെ മത്സരിച്ചു. അങ്ങനെ കുഞ്ഞുമാക്കിയും തോറ്റു. കുഞ്ഞുമാക്കി ലീഗായിരുന്നു, മമ്മാളാപ്പ കോൺഗ്രസ് ആയിട്ട്. ഇപ്പോൾ അടുത്ത് പറയണം. പിന്നെ അതുപോലെ എല്ലാ വാർഡിലും ഉണ്ട്. പക്ഷെ അപ്പോൾ അതിൽ തോൽക്കുക ചെയ്തേ. കുഞ്ഞുമാക്കിയും തോറ്റു, മമ്മാളാപ്പയും തോറ്റു. പിന്നത്തെ ഇലക്ഷന് പിന്നെ പാറക്കോട്ട് കുഞ്ഞാജിക്കെതിരെ ഞാൻ ഈ വാർഡിൽ മത്സരിക്കേണ്ടായി. കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കുഞ്ഞാജി മത്സരിച്ചു. പക്ഷേ CPMൻ്റെ ഞാൻ മുസ്ലിം ലീഗിൻ്റെ ആളായിട്ടും, അതുപോലെ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു സഖാവ് പ്രഭാകരൻ ഇപ്പം ഈടെ മരിച്ചു. പ്രഭാട്ടൻ എന്ന് പറയുന്ന പ്രഭാകരൻ CPMൻ്റെ, ഞാൻ ലീഗിൻ്റെ ആളായിട്ട് മത്സരിച്ചു. പിന്നെ അതിൽ പെട്ടെന്നാണ് ഈ കുഞ്ഞാജി സ്വതന്ത്രനായിട്ട് വരുന്നത്. അതാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം ഞാനും തോറ്റു, പ്രഭാകരനും തോറ്റു, ലീഗും തോറ്റു, CPMും തോറ്റു. മനസ്സിലായി, രണ്ടും തോറ്റു. പക്ഷെ അങ്ങനെ സ്വതന്ത്രനായിട്ട് മൂപ്പർ ജയിക്കണം. ആ സമയത്ത് അംസപ്പ മത്സരിച്ചത് അപ്പുറത്താണ്. അത് പിന്നെ വട്ടണപ്പുറം പങ്കുമാഷാവാണ്. അതിന് ജമാൽ മാഷായിരുന്നു അന്ന് അംസപ്പാക്കെതിരെ. അങ്ങനെ ജമാൽ മാഷ തോൽക്കുകയും അംസപ്പ ജയിക്കുകയും ചെയ്തു. അങ്ങനെ UDF സംവിധാനത്തിൽ അങ്ങനെ പഞ്ചായത്ത് വരുമ്പോൾ 2.5 കൊല്ലം ഇന്നും ഇത് തുടരുകയാണ്. ശിവരാം മാഷുണ്ടായിരുന്നു, പഴയ കോൺഗ്രസിൻ്റെ ശിവരാം മാഷ്
ആദ്യത്തെ 2.5 കൊല്ലം പ്രസിഡൻ്റായി. പിന്നെ KT അംസപ്പ പ്രസിഡൻ്റായി. അതാണ് ഇവിടുത്തെ ആദ്യത്തെ നമ്മൾ സംവിധാനം. അപ്പം ഞാനന്ന് ഇവിടെ മത്സരിക്കും. കാരണം ഞാനന്ന് താമസം അവിടെയാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ മഹല്ല അണയങ്കോടാണ്. അപ്പോൾ ഈ കുഞ്ഞാജില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സുന്ദരമായിട്ട് ജയിക്കും. കാരണം ഉള്ള ആളുകളൊക്കെ എനിക്ക് അടുത്താണ്, കറിയുന്ന ആളുകളുമാണ്, എൻ്റെ മഹല്ലുമാണ്. അതുകൊണ്ടാണ് എന്നോട് ഞാൻ ചില സുഹൃത്തുക്കൾ പറഞ്ഞ അപ്പുറത്ത് പോയി മത്സരിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് അതിലേറെ പിന്നെ സുരക്ഷ ഉള്ള വാർഡുകളിലേക്ക് എനിക്കിതാ തോന്നിയത്. പക്ഷെ കുഞ്ഞാജി വരിക എന്നുള്ള പെട്ടെന്ന് സുപ്രഭാതത്തിന് നോമിനേഷൻ്റെ തലേന്ന് വന്നതാണ്. അതിന് മുന്നേ ആശയമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒന്നത് എനിക്കറിയാം, നമ്മളെ പാറക്കോട്ടെ കുട്ടിപ്പാജി, ഇപ്പോൾ മരിച്ചുപോയ നമ്മളെ കുട്ടിപ്പാജി, നമ്മളെ ബക്കർമാഷൊക്കെ വാപ്പ കുട്ടിപ്പാജി എന്ന് പറയുന്ന ആൾ. പിന്നെ അതുപോലെ നമ്മളെ പാറക്കോട്ടെ അയമ്മ ഒക്കെ ഉണ്ടായിരുന്നു, ഈ മൊയ്തിൻ്റെ കാപ്പ. അങ്ങനെയുള്ള കുറച്ച് കാരണന്മാരൊക്കെ ഈ ലീഗ് ആശയമുള്ള ആളുകളുണ്ട്. ഒരു പഴയ കാലത്തോടെ ബാഫ്തങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. വേറെ അത് ഇവിടെ പരിപാടിക്കാൻ വന്നതല്ല, അദ്ദേഹം പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ അന്നൊന്നും ഓഫീസും കാര്യം തന്നില്ല. പിന്നെ ഈ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ ഫാദറുണ്ട്, അത് പാണക്കാട് പൂക്കോയത്തങ്ങളെന്ന്. അതാണ് ശരിക്കും ഇവരൊക്കെ വാപ്പ, സാദിഖലി തങ്ങളൊക്കെ വാപ്പ. PMS തങ്ങൾ, പൂക്കോയത്തങ്ങൾ എന്നാണ് പറയാം. അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ഞാൻ സെക്രട്ടറി ആകുമ്പോൾ തന്നെ അദ്ദേഹം, അതായത് പെരിന്തൽമണ്ണ, അന്ന് നമ്മുടെ ഇടത്തനാട്ടുകര പെരിന്തൽമണ്ണ നിയോജകമണ്ഡലമാണ്, മണ്ണാർക്കാട് നിയോജകമണ്ഡലമല്ല. മനസ്സിലായി? അന്ന് ഒരു മുൻമന്ത്രി ഉണ്ടായിരുന്നു, EK ഇമ്പിച്ച് ബാവ. അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയൊക്കെ ആയിരുന്നു, CPM-ൻ്റെ. അദ്ദേഹം നല്ലൊരു സഖാവായിരുന്നു, നല്ല ഒരു CPM-ൻ്റെ നല്ലൊരു കേഡർ ലീഡറായിരുന്നു, മന്ത്രി എന്നതിലുപരി. അദ്ദേഹത്തിനെതിരെ KK തങ്ങൾ മത്സരിക്കുകയുണ്ടായി. സത്യത്തിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി പിടിച്ചെടുക്കുന്നത് ഈ KK തങ്ങളാണ്. അദ്ദേഹം 2 പ്രാവശ്യം മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പക്ഷാഘാതം പിടിച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ കോട്ടക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. പത്രത്തിലൊക്കെ കാണും. ഇപ്പോഴത്തെ കോട്ടക്കൽ MLA KK തങ്ങളുടെ മകനാണ്. അപ്പോൾ ഈ KK തങ്ങൾ മത്സരിക്കുന്ന ആ സമയത്ത് KK തങ്ങളുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം പൂക്കോയ തങ്ങൾ ഒരു പര്യടനത്തിന് വന്നു. അപ്പോൾ അതേമാതിരി പിന്നെ പെട്ടെന്ന് പറഞ്ഞിങ്ങനെ പൂക്കോയ തങ്ങളങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന്, ഞാൻ അംസപ്പ കുഞ്ഞുമോട്ട ഞങ്ങളൊക്കെ പാടങ്ങനെ നിന്നു. ഇയാൾ വന്ന ഇരിക്കാൻ സ്ഥലം കൊടുക്കണം അങ്ങനെ. അപ്പോൾ തലേന്നങ്ങനെ ഞാനും KV കുഞ്ഞംസാനും കൂടെ വന്ന് പാറക്കോട്ട് ഉമ്മറാജിൻ്റെ വീട്ടിൽ പോയി. നമ്മൾ ഇന്നത്തെ ഇപ്പോഴത്തെ വെച്ച കുഞ്ഞുവാജിൻ്റെ ഫാദർ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പൂക്കോയ തങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ പഴയ ഫാമിലിക്കൊക്കെ ഈ പാണക്കാടുമായിട്ടും അക്കാലത്ത് നല്ല ബന്ധമായിരുന്നു. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അവിടെ ഇവരൊക്കെ ഉമ്മറാജി, അതുപോലെ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ മോമുന്യാജി, ഇവരൊക്കെ അവിടെ അവർക്ക് നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഞാനും കുഞ്ഞംസായും ഇവിടെ ഉമ്മറാജിനെ പോയി ഇവിടെ ചെന്ന് വിവരം പറഞ്ഞു, ഇങ്ങനെ അണ്ണന്മാർ പൂക്കോയത്തങ്ങൾ നാളെ വരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് വളരെ ചൂടാകുക ചെയ്തു. ചൂടായിട്ട് പറഞ്ഞു, അവിടെ കുട്ടികളെ ഞങ്ങൾ മൂപ്പറാസ് ഇതിൽ പറഞ്ഞു, ആ ഭാഷ പറഞ്ഞു, ഇവിടെ കുട്ടികളെ പൂക്കോയൊക്കെ വരുമ്പോൾ നിങ്ങൾ നേരത്തെ പറയണ്ടേ, ഇതിലെന്തെങ്കിലും പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ ഇത് അറിയില്ലോ എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഇരിക്കാൻ പറയുന്ന സ്ഥലമല്ല, ഒരു ചായ കൊടുക്കാനുള്ളൊരു സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങളെ കാര്യം ചെയ്യും, എപ്പോഴാണ് വരുന്നത് വെച്ചിങ്ങനെ 4 മണി 5 മണിക്കുള്ളിൽ വരുന്നതാണ്. അങ്ങനെ ആയിക്കോട്ടെ, വന്നിട്ട് നിങ്ങൾ കാര്യം ചെയ്യും, പൂക്കോയിനും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളിവിടെ കൂടുതൽ പരിപാടിയൊന്നുമില്ല. തങ്ങൾ KK തങ്ങൾ അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയായിരുന്നു. അത് അധികാർക്കും അറിയില്ല. അദ്ദേഹം ഒരു LP സ്കൂൾ അധ്യാപകനും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒപ്പമുണ്ട്, പൂക്കോയത്തങ്ങളൊപ്പം. അങ്ങനെ കുറച്ച് അന്നത്തെ കുറേ ലീഡേഴ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പാടും ഉമ്മറാജിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം നല്ല വിഭവസമൃദ്ധമായ ടീ പാർട്ടിയൊക്കെ ഉണ്ടാക്കി. കാരണം ഇപ്പോൾ നമുക്കറിയില്ല ഇയാൾ ഉമ്മറാജി അത്ര ബന്ധമുള്ള പേര് നമുക്കറിയില്ലായിരുന്നു. പല ഉദ്ദേശം പോകേണ്ടപ്പോൾ ചോദിച്ചത്, കാരണം അതിൽ തന്നെ നമ്മളെ ഇടത്തനാട്ടുകര മാതൃകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഓർമ്മ തന്നെ ഇപ്പോൾ ഞാൻ 55 വർഷമായിരുന്നല്ലേ. ഇപ്പോൾ ഇന്നിപ്പോൾ ലൈവായിട്ട് പോളിറ്റിക്സിലുള്ള ആളാണ്. ഇന്നേ വരെ ഒരു രാഷ്ട്രീയ സംഘർഷമില്ലാത്തൊരു പ്രദേശം നടത്താണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കാലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കലും ജാഥയ്ക്ക് നടക്കുന്നല്ലാതെ ഒരു കൊലപാതകമോ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളോ ഒന്നും ഇന്നേ വരെ, ഇപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച് ഒരു 69 അവിടെ നിന്ന് കിട്ടപ്പോൾ എൻ്റെ ഓർമ്മ വെച്ചുള്ള പറയാം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതാണ് വലിയ രസം. ഇപ്പോൾ പഴയ കാലത്ത് ഇപ്പോൾ സഖാവ് വാസു നായരുണ്ടായിരുന്നു, രാമൻ നായർ, അതുപോലെ CP ഉണ്ണിമാഷ് സാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പ്രായത്തിൽ ഞാൻ അംസപ്പം ഞങ്ങളൊക്കെ ചെറിയ ആൾക്കാരാണ്, ബഷീർ ഞങ്ങളൊക്കെ ഇതാണ്. എങ്കിലും അവരുമായിട്ടൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് മിങ്കിൾ ചെയ്ത് പോയിരുന്നു. അതുപോലെ അന്ന് PSPയുടെ സ്ഥാനപ്പല്ല, ആ പാർട്ടിപ്പല്ല, നമ്മുടെ ENK മേനോൻ ഉണ്ടായിരുന്നു, ഒരു നല്ല മനുഷ്യൻ. അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു. അത് ഡോക്ടർ ENK മേനോൻ, ഹോമിയോപ്പതി ഡോക്ടർ. മൂപ്പര്
ആ കഥ ഞങ്ങളൊക്കെ ഒന്നിച്ച് രാത്രിയൊക്കെ ഇവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ അംസപ്പ അതുപോലെ ബഷീറ കുഞ്ഞുമക്കനോടെയൊക്കെ ഞങ്ങൾ അന്നിങ്ങനെ ആർക്കും ഓഫീസും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അത് രാഷ്ട്രീയം വേറെ എന്തൊക്കെയാണ് ശരി, പൊതു കാര്യത്തിൽ അന്നും തന്നെ നമ്മളെല്ലാവരും യോജിച്ചു. ഞാൻ പറയും രാഷ്ട്രീയപരമായിട്ട് ആ ഇലക്ഷൻ തരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ കാഴ്ചപ്പാട് ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, അത് അതിൻ്റെ വഴിക്ക് പോകുന്നല്ലാതെ മറ്റ് പൊതു കാര്യത്തിലൊക്കെ യോജിച്ച്, പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മൾ വികസന കാര്യത്തിലൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അത് ഇടത്താട്ട മക്കളൊക്കെ മാതൃകയാണ്. ഇപ്പം ഈവൻ ഇപ്പം നമ്മൾ അലല്ലൂർ ടൗണിൽ തന്നെ പല സമയത്തും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആപേക്ഷികമായിട്ട് ഇടത്താട്ട് ഒട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പല പഞ്ചായത്തിലും നമുക്കറിയാലോ, പല പ്രദേശങ്ങളിലും എപ്പോഴും വെട്ടും കുത്തും കൊലയും കൊലപാതകം. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയം ഉണ്ടാവും. അതാണ് മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് പ്രദേശം നടത്താറുണ്ട്. അതതിൻ്റെ പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യം വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട്. പിന്നിപ്പോൾ 10 ആളുണ്ടെങ്കിൽ 10 അഭിപ്രായങ്ങൾ പറയും. അത് അഭിപ്രായം അതോടുകൂടി അവസാനിച്ചു എന്നുള്ളതല്ലാതെ അത് കലാ കായിക പിന്നെ സാംസ്കാരിക രംഗത്തൊക്കെ നമ്മൾ ആളുകളുണ്ട്. അതൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ പറയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം കൈമാറി സ്നേഹം കൈമാറി ആ സാധ്യത അതൊന്നും നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകതയാണ്. അത് വേറെ എവിടെ ഇല്ലാത്തൊരു കാര്യം. അത് ഒന്നാമതെയും നാട്ടിൽ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം അതൊരു ഘടകമാണ്. പിന്നെ ഈ വിവരസാങ്കേതിക വിദ്യയിലുള്ള ഒരു വലിയ കുതിച്ചുകയറ്റം തന്നെ പറയണം. ഇതൊക്കെ സത്യം പറയുക സാധാരണക്കാരന് പിന്നെ ഏത് ജോലി എടുത്താലും ഇഷ്ടം പോലെ കൂലി. പഴയ അപേക്ഷകൾ സാമ്പത്തികമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പോൾ കൂലിപ്പണി എടുക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ സുഖം. ഡെയിലി ഒരു 1000 1500 കിട്ടാത്തൊരു കൂലിപ്പണിക്കാരല്ല. ഒരു മന്ത്ലി കൂട്ടിയാൽ ഒരു പിന്നെ 30,000 പോകട്ടെ ഒരു 5000 വിട ഒരു 25,000 റുപ്യെങ്കിലും മാസം കൂടത്തിൽ കൂലിക്കാരല്ല. പിന്നെ അപൂർവം ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കും വലിയ രോഗശായി കിടക്കുന്ന ആളുകൾ. അപ്പോൾ അതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കൂടുതൽ ഒന്നും കൂടി പറയാനുള്ളൂ. അപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഇതുപോലുള്ള പ്രദേശം നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ കുറവായിരിക്കും. അത് നമ്മൾ എന്തായാലും അംഗീകരിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ചാരിറ്റി കൂട്ടായ്മ 10-30 വീടുകൾ ഇവിടെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് വലിയ സംഭവമാണ്. അതിന് പിന്നിലുള്ള ആളുകൾ ഒറ്റ സ്വാധീനങ്ങൾ പല ഘടകങ്ങൾ അതിനും ഇതിനൊക്കെ ഇതുണ്ട്. എങ്കിൽ പോലും ഒരു നാടിനെ സംബന്ധിച്ചത് പിന്നെ എപ്പോഴും തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ തന്നെ പറയുള്ളൂ. ഇത് വേറെ ഇപ്പം നമുക്കറിയാവുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് എത്രയോ പ്രദേശങ്ങളുണ്ടല്ലോ, എവിടെയും കാണാത്തതാണ്. പിന്നെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ഇടത്തനാട്ടുകൾ ഞാൻ പറഞ്ഞ ഒരു 55 കൊല്ലമായിട്ട് ഈ പൊതുരംഗത്തുള്ള ഒരാളാണ്. ഇപ്പം ഈ വാർദ്ധക്യത്തിൻ്റെ വസന്തകാലത്തും ഞാനിപ്പോഴും ഇതിലുണ്ട്. ഞാൻ അലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ എബോവ് 70 കഴിഞ്ഞു. അപ്പോൾ 74 പോണത്. അപ്പോഴും നമ്മൾ എല്ലാ രംഗത്തും സജീവമായിട്ട് രാഷ്ട്രീയത്തിലും സാമൂഹിക സാംസ്കാരികത്തിലൊക്കെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന റോള് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തിനാ ഇപ്പോൾ ചാലഞ്ചേഴ്സ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇപ്പോൾ നമ്മൾ സജീവമാണ്. അപ്പോൾ ഞാൻ TK മാണി മാഷ് അബ്ദുള്ള മാഷ പോലെ അത് നമ്മളവർ കൂടുതൽ വർഷങ്ങളായിട്ട് നമ്മളതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എൻ്റെയൊക്കെ പോളിസി എന്താ വെച്ചാൽ നമ്മൾ പരമാവധി നമ്മൾ അടങ്ങിയിരിക്കാതിരിക്കുക, കഴിയാവുന്ന പ്രവർത്തനങ്ങൾ കഴിയുന്ന കാലത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലേക്ക് സംതൃപ്തിയാണ്. മാത്രമല്ല നമുക്ക് നാട്ടിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിനുപരിയായിട്ട് മറ്റുള്ള പലതിലും പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഈ മുസ്ലിം സർവീസ് സൊസൈറ്റീൻ്റെ MSS കോഴിക്കോട്. ഞാൻ അതിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. കുറേ കാലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോഴും അതിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടത് ആ കാലഘട്ടത്തിൽ ഞാനിവിടെ ഒരുപാട് രോഗികൾക്ക് സഹായങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ ക്യാൻസർ പേഷ്യൻസിന് മന്ത്ലി പെൻഷൻ കൊടുക്കുന്ന സംവിധാനം MSSന് അന്നുണ്ട് ഇന്നുമുണ്ട്. പിന്നെ അതുപോലെ ഈ വീട് പണി എടുക്കുന്ന ആളുകൾക്ക് 10-9,000 വെച്ചിട്ട് നമ്മൾ സഹായങ്ങൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരുപാട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് നമ്മളൊരു പോസ്റ്റിലിരിക്കുമ്പോൾ നമുക്കൊരാളെ സഹായിക്കാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ സർവീസായിട്ട് കാണുന്ന ഒരാളാണ്. മനസ്സിലായോ? അതാണ്. അപ്പം അങ്ങനെ വെറും രാഷ്ട്രീയക്കാരിലുപരി നമ്മളെ എല്ലാ മേഖലയിലും ഇതാണ്. ഇപ്പം നമുക്കറിയാവുന്ന ചില ആളുകളുടെ വീട്ടിലെ അവസ്ഥ, ഈ മക്കൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ഇപ്പോൾ വൃദ്ധസദനം പല ഭാഗത്തുണ്ട്. ഇപ്പോൾ ഞാൻ സാന്ദർഭമായിട്ട് പറഞ്ഞു കൊടുത്തത് ഈ ജില്ലാ തലത്തിൽ വയോജനങ്ങളുടെ ഒരു സമിതി ഉണ്ട്. ഞാനൊരു ഗവൺമെൻറ് നോമിനേറ്റ് ഒരു 5 കൊല്ലം ഉണ്ടായിരുന്ന ആളാണ്.
അപ്പോൾ നമുക്ക് ഈ ജില്ലയിലുള്ള എല്ലാ ഈ വയോജന കേന്ദ്രങ്ങൾ, അഗതി മന്ദിരങ്ങൾ സന്ദർശിക്കാനും അവിടുത്തെ ഓരോരുത്തർ ആൾക്കാരുടെ ഇതുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ജോലിയുള്ള മക്കൾ പോലും ഈ അവരുടെ അച്ഛനെയും അമ്മനെയും ഈ വൃദ്ധസാധനത്തിൽ കൂടുന്നാക്കുകയാണ്. അപ്പോൾ ഞാനൊരു സമയത്ത് അന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കൂടെ പാറക്കോട്ട് അദ്ദാജിയായിരുന്നു. ഞാൻ ഒരു സമയത്ത് എൻ്റെ സെക്രട്ടറി ആയിരുന്നു. നമ്മൾ പാറക്കോട്ട് അദ്ദാജി. ഒരാൾ തലശ്ശേരിയിലുള്ള ഒരാൾ മരിച്ചിട്ട് ആ ബോഡി കൊണ്ടുപോകാൻ പോലും അവരുടെ ബന്ധുക്കൾ വന്നില്ല. എന്നിട്ട് അത് ഇവിടെ ഈ പരിസരത്ത് നമ്മുടെ നാട്ടിലാണ് അഗതി മന്ദിരമുള്ളത്. MSSൻ്റെ അഗതി മന്ദിരമുണ്ട് നാട്ടുകളിൽ. അവിടെ മലപ്പുറം മൂമാലേജ് പറഞ്ഞ ആൾ 1.5 ഏക്കർ സ്ഥലം വെറുതെ കൊടുത്താണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൾ ഞാനും അദ്ദാജി വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ രാത്രി അതൊരു നോമ്പുകാരാണ്. ഈ ബോഡി മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം അവർ കാത്തു. ഇതിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ആരെ ബന്ധുക്കൾ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ആരെങ്കിലും ഏറ്റെടുക്കുമെന്ന് ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഏൽപ്പിച്ച് പോകണം. പക്ഷെ മരിച്ചു വീഴാറുണ്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ എവിടെയെങ്കിലും മറവ് ജോലി അത് ഇവിടുന്ന് കൊണ്ടുവരാൻ തലശ്ശേരിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ നോമ്പ് കാലത്ത് രാത്രി 12 മണിക്ക് ആ ബോഡി മറവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് ആൾക്കാർ പോയി. അപ്പം അങ്ങനത്തെ അവസ്ഥ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഇപ്പം ഞാനൊക്കെ 5ാം ക്ലാസ് പഠിക്കുന്ന കാലത്താണ് ഈ അലനല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരുന്നത്. അത് അന്ന് കേരള ഗവർണറായിട്ട് VV ഗിരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ്റെ രാഷ്ട്രപതിയായിട്ടാണ് പിരിഞ്ഞത്. കേട്ടിട്ടുണ്ടാവും, ഇന്ത്യൻ രാഷ്ട്രപതി ആളാണ്. അദ്ദേഹം ഗവർണറുടെ സമയത്താണ് അദ്ദേഹമാണ് ഈ പന്നത്തെ നമ്മൾ അലനല്ലൂർ ആശുപത്രി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അന്ന് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ഇയാളെ കാണാൻ ചാടിപ്പോയി. അപ്പോൾ പോയ ഞങ്ങളൊക്കെ പിറ്റേന്ന് പിടിച്ച് ഹെഡ് മാഷ് പിടിച്ചടിച്ചു. കാരണം ഗവർണറെ കാണാൻ പോയിട്ട് കുറേ ആൾക്കാർ പോയിരുന്നു. അപ്പോൾ അത് അവിടുത്തെ അന്നത്തെ ആൾക്കാരുടെ ഒരു ഇതാണ്. നമ്മൾ പറഞ്ഞ കുഞ്ഞുമോജി ആ കാലഘട്ടത്തിലുള്ള പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ ഇതാണ്. പക്ഷെ അന്നും പഞ്ചായത്തിന് എന്ത് കിട്ടിയാലും അത് മിക്കവാറും ഹെഡ് ക്വാർട്ടർ എന്നുള്ള നിലയ്ക്ക് അലനല്ലൂർക്ക് പോകും. അപ്പോൾ ഒരു പഞ്ചായത്ത് ആവാത്തതുകൊണ്ടാണ്. അതാണ് നമ്മൾ ഈ പഞ്ചായത്തിന് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇപ്പം ഏറ്റവും ഒടുവിലപ്പോൾ അടുത്ത് ഇപ്പം നമ്മളെ നസീർ ബാബു ചെയർമാനെ, CPMൻ്റെ രഞ്ജിത്ത് സെക്രട്ടറി, ഞാൻ ട്രഷറായിട്ടുള്ള ഒരു കമ്മിറ്റി അവസാനമാണ്. ഞങ്ങൾ പോയിട്ട് മന്ത്രി അടക്കം കണ്ടു. ഇപ്പം അടുത്ത സംഭവമാണ്. അപ്പം ഇപ്പോഴത്തെ ഗവൺമെൻറ് നിയമം വെച്ചാൽ ഈ സാമ്പത്തിക പ്രശ്നമാണ്, പഞ്ചായത്ത് കൊടുക്കണേനല്ല. മുമ്പ് സാമ്പത്തിക പ്രശ്നം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങേറ്റം ശ്രമിച്ചു. അപ്പോൾ പാസ്സായ സമയത്ത് വേറെ ഏതൊരു പഞ്ചായത്തിൽ ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ സ്റ്റേ കൊണ്ടുവന്നു. അപ്പോൾ അതെല്ലാവർക്കും ബാധകം. അങ്ങനെ എന്തായാലും ഓരോ സമയത്ത് ഇങ്ങനെ തട്ടി മാറ്റപ്പെടില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ആക്കണം. പിന്നെ ഇപ്പം ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ കാര്യത്തിൽ ഇപ്പോഴും നമ്മളിപ്പോൾ MLA MP പറഞ്ഞ കാര്യമുണ്ട്. എല്ലാവരും ഒന്നിച്ച് അത് ശരിക്കും ഇവിടുന്ന് എൻട്രില്ല എന്നുള്ളതാണ് ഇപ്പം നിലവിലുള്ള അവസ്ഥ. പ്രത്യേകിച്ച് ഇത് ഡിസ്ട്രിക്ട് ബോർഡറാണ്. ഇവിടുന്ന് ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ പോയാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോൾ അടുത്താണ്ടക്കാർ ആ ഹൈവേയിൽ കയറണമെങ്കിൽ ഒന്നിൽ തങ്കര പോകണം, അല്ലെങ്കിൽ തൂര് പോകണം, ഈ അവസ്ഥ. അപ്പോൾ ഇതിനു വേണ്ടി ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ MP കണ്ട് വിവരം പറഞ്ഞിരുന്നു. അതുപോലെ MLA സമ്മർദ്ദം നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് ശ്രമത്തിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒന്നാമത് ഇഷ്ടംപോലെ പൈസ, ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ആരും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, അത് കൂലിക്കാരൻ നടക്കുന്നുണ്ട്. പിന്നെ പഴയമാരല്ല. പിന്നെ ഈ വിവരസാങ്കേതികയുടെ മുന്നേറ്റം അത് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മളിവിടെ അതിഥി തൊഴിലാളികൾ കണ്ടമാനമുള്ളതാണ്. ഈ അതിഥി തൊഴിലാളികൾ വരാനുള്ളൊരു കാരണം തന്നെ എന്താ? മുമ്പ് ഈ അവരെടുത്തിരുന്ന കൂലിപ്പണിയൊക്കെ മുമ്പ് നമ്മുടെ നാട്ടുകാരെ എടുത്തിരുന്നു. മനസ്സിലാക്കണ്ടേ? ഈ അവരെടുത്തിരുന്ന പണി മുമ്പ് ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ. അവരിപ്പോൾ അടുത്ത കാലത്താണല്ലോ വന്നത്. അത് ഈ നാട്ടിലെ ആൾക്കാർ എടുത്തിരുന്ന പണിയാണ്. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നാടൻ പണി എടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഒരാളെ തിരഞ്ഞാൽ കിട്ടാനില്ല. അപ്പോൾ ഇവർ വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നാടിൻ്റെ സാമ്പത്തികമായിട്ട് തകർച്ചയാണ്. അത് അധികം ശ്രദ്ധിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് പിന്നെ അവർക്കിപ്പോൾ നമ്മൾ ഗൾഫിൽ പോകണ മാതിരിയാണ് അവർക്ക്. പിന്നെ ഈ കോട്ടപ്പള്ളിയെ സംബന്ധിച്ച് പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ കോട്ടപ്പള്ള ഗ്രൗണ്ടിൻ്റെ വക്കിലുള്ള ഡ്രീം ടൗൺ പ്രോജക്റ്റ്. ഞാനെല്ലാം നടന്നു പോകുമ്പോൾ ആലോചിക്കും. കാരണം അതിൻ്റെ ആശ ആരതാണെങ്കിലും ശരി, അവർ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ഇടത്താട്ടർ പോലൊരു പ്രദേശത്ത് ഇത്ര മനോഹരമായി സംവിധാനിച്ചൊരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. ഞാനെപ്പോഴും എനിക്ക് അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രായക്കാരില്ലാത്തവരെ ഇരിക്കാറില്ല അധികം. ഈ അതിഥി തൊഴിലാളികളൊക്കെ വളരെ ആസ്വദിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് നമ്മൾ ഓരോ ആൾക്കാരും. അതല്ലാതെ നമ്മൾ ഗ്രൗണ്ടിൽ ഫേസ് ചെയ്ത് ഒരു ഭാഗത്ത് വോളിബോൾ കളിക്കുന്നു, ഒരു ഭാഗത്ത് അവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു.
അങ്ങോട്ട് നോക്കിയാൽ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളുടെ മനോഹരമായ പശ്ചിമനോഹരമായ അത് ഞാൻ ആലോചിച്ച് ഇപ്പോൾ വേറെ ഒരു സ്ഥലത്തും ഞാൻ അപ്പം നമ്മൾ പല സ്ഥലത്തും പോകുന്ന ആളാണ്. അത് ആരെ ബ്രെയിനാണെങ്കിലും ശരി, അത് ആരാശയം അങ്ങേയറ്റം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 1970 മുതൽ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് എന്നെക്കൊണ്ട് കഴിയാവുന്ന രൂപത്തിലുള്ള പങ്കാളിത്തം അല്ല. അപ്പോൾ നമ്മളെല്ലാം തികഞ്ഞ ഒരാളെന്നുള്ളോ അല്ലെങ്കിൽ എല്ലാം ചെയ്തു എന്നല്ലോ അങ്ങനെ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളുമല്ല. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഈ സജീവമായി രംഗത്തുണ്ട്. അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചിപ്പോൾ ഞാനെന്ന് പറഞ്ഞു 1970 മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ എൻ്റെ പ്രഥമ സെക്രട്ടറിയാണെന്നും പറഞ്ഞു. അതുപോലെ ആലൂർ പഞ്ചായത്തിൽ മുസ്ലിം ഉണ്ടാക്കിയപ്പോൾ ജനറൽ സെക്രട്ടറിയാണ്. അവർ ഒരുപാട് കാലം നിയോജകമണ്ഡലം ഭാരവാഹി. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് ജില്ലാ പ്രവർത്തക സമിതി അംഗമാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഈ അംഗീകൃത പോഷക സംഘടനയാണ് സ്വതന്ത്ര കർഷക സംഘം. അതിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡൻ്റാണ് ഇപ്പോഴും. പിന്നെ ഈ ഞാൻ പ്രവാസിയാണ് നേരത്തെ പറഞ്ഞല്ലോ. ആ പ്രവാസി ലീഗിൻ്റെ പാലക്കാട് ജില്ലാ ട്രഷററായിരുന്നു. മണ്ണാർക്കാട് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പം അതിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ് ഇപ്പോഴും നിലവിലും. അതാണ് അതുപോലെ സ്വതന്ത്ര കർഷക സംഘം, അതുപോലെ പ്രവാസി ലീഗ്, MSSൻ്റെ ഞാൻ പറഞ്ഞ നേരത്തെ ജില്ലാ പ്രസിഡൻ്റായി ജനറൽ സെക്രട്ടറി ഇപ്പോഴും അതിൻ്റെ സ്റ്റേറ്റ് ഇതിലുണ്ട്. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഇതുവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, ഈ വാർദ്ധക്യത്തിൻ്റെ വസന്തകാലത്തും ഇതൊക്കെ ആസ്വദിച്ച് ഇതിലൊക്കെ ചെറിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സംഘടന. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അനാഥശാല അടുത്താണ്ടിങ്ങാൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോഴും. പിന്നെ ഇവിടെയുള്ള ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ അടക്കം ഞാൻ സജീവമായിട്ട് എൻ്റെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് ഞാൻ കഴിയുന്നു എന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. അതാണ് സാധാരണ എൻ്റെ പ്രായക്കാരും ഇങ്ങനെ പൊതുരംഗത്ത് കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. പല ആളുകളും ഇപ്പോൾ സർവീസ് രംഗത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സൈലൻ്റാണ്. നമ്മെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഇത് എല്ലായ്പ്പോഴും പറ്റിക്കൊള്ളുന്നില്ലല്ലോ. ഈ കാരണന്മാർ പറയും വെയിലുണ്ടാകുമ്പോൾ ഉണക്കിയെടുക്കാൻ. ഈ വെയിലെപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്നമാതിരി കഴിയാൻ പറ്റാവുന്ന കാര്യത്തിൽ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാം. അവർ സംതൃപ്തി ഉണ്ടാവുന്നു. ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കാനോ നമ്മളെ വാക്കാലോ പ്രവർത്തിക്കാനോ സാധിച്ചാൽ അതൊരു സംതൃപ്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾ. ഒരു പൊതുപ്രവർത്തനം തന്നെ അതാണ്. അല്ലാതെ നമുക്ക് ഇപ്പോൾ അധികാര രാഷ്ട്രീയത്തോട് കുറേ വർഷങ്ങളായിട്ടുണ്ട് ഞാൻ വിട്ടുന്ന ആളാണ്. ആദ്യത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മത്സരിച്ചിരുന്നു. ഒരാൾക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്ക് അധികാര രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വന്തം പാടാണ് മുണ്ടക്കുന്നു. ഇപ്പോൾ നിജാസിനടക്കം 4ാമത്തെ സ്ഥാനാർത്ഥിനെയാണ് ഞാൻ നിർത്തി ജയിപ്പിക്കുന്നത്. അപ്പോൾ കിങ്ങായതിനേക്കാൾ നല്ല കിങ് മേക്കർ ആവുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. മാന്യ സുഹൃത്ത് KT ജാഫറിൻ്റെ ഈ സൊറവറയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. സത്യത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടി എന്നുള്ളത് എനിക്കന്നെ അറിയില്ലായിരുന്നു. മുമ്പൊരിക്കൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നല്ല, എൻ്റെ മകനാണ് എന്നോട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നിങ്ങളിന്ന് കിട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് എൻ്റെ മോന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഇത്രയും നല്ലൊരു പരിപാടിയായിട്ട് വളരെ മാത്രം നമ്മളെ മനസ്സിലുള്ളത് ആ പഴയ ഓർമ്മകൾ തുറന്നു പറയാനുള്ളൊരവസരം. അതാണ് അത്. നമ്മൾ പഴയ പട്ടാളക്കാർ, ഞാൻ പട്ടാളത്തിൽ ലഡാക്കിലാണെന്ന് പറയുന്ന മാതിരി ഇങ്ങനെ പറയാനല്ലാതെ ഇങ്ങനെ ഒരു ആധികാരികമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാനും മറ്റൊരാൾക്ക് ചോദിക്കാനും ഇത് പുതിയ തലമുറക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിവരതീന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സംതൃപ്തനാണ്. പിന്നെ ഞാനീ പറഞ്ഞതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അസ്ഥാനത്തായി പോവുകയോ അല്ലെങ്കിൽ വല്ല അപക്വമായിട്ട് എന്തെങ്കിലും തോന്നുകയെങ്കിൽ അത് ഞാൻ ക്ഷമ ചോദിക്കണം. ചിലപ്പോൾ നമ്മൾ വർത്തമാനത്തിൽ എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ പല ആളുകളുടെ പേര് നമ്മൾ ഓരോ ഘട്ടത്തിലും എടുത്തു പറയേണ്ടതുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ എടുത്തു പറയേണ്ട ആളുകളുടെ പേരിൽ ഇപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ അതിന് ഇതെല്ലാം കൂടി ഒരേ സമയത്ത് കഴിഞ്ഞോളന്നല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊക്കെ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ 74 പോവുകയാണ്. അപ്പോൾ അപ്പോഴും നമ്മളെ ഓർമ്മകളിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഈ പരിപാടി വളരെ ഹൃദയസ്പർശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങേയറ്റം ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇത്തരം പരിപാടി വീണ്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരം സംവിധാനത്തിന് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.